ഹലോ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബുഖാരി റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനു വേണ്ടി ആദ്യമായിട്ട് നമുക്കൊരു കടായി ചൂടാക്കാൻ വെക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിൽ എല്ലാം യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പിടി ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബദാം ചേർക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ റൈസ് റെഡി ആവുന്ന സമയത്ത് റൈസിൻ്റെ മുകളിലായിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഇനി ഇതേ ഓയിൽ കൊണ്ട് തന്നെ നമുക്ക് ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്തെടുക്കാം. ആദ്യം ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 3 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 8 ഗ്രാമ്പു, 7 ഏലക്ക, പിന്നെ ഒരു 10 മണിയോളം കുരുമുളക്, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 കപ്പ് റൈസ് വെച്ചിട്ടാണ് ബുഖാരി റൈസ് റെഡിയാക്കുന്നത്. 6 കപ്പ് റൈസിനാണ് 3 വലിയ സവാള എന്ന കണക്ക്. ഇത് നന്നായി ബ്രൗൺ കളർ ആയി വരുമൊന്നും വേണ്ട, നല്ല സോഫ്റ്റ് ആയി വരുന്ന ആ ഒരു സ്റ്റേജ് ആയി കിട്ടിയാൽ മതി. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഒരു ചിക്കന് 2 കട്ട് ചെയ്ത പീസുകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസുകൾ 2 ഉണ്ട്, സ്കിന്നില്ലാത്ത ചിക്കൻ പീസ് 1 ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, കഴിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഈ പിങ്കിഷ് വൈറ്റ് കളർ മാറി പ്യുവർ വൈറ്റ് കളർ ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ചിക്കൻ ഈ ഒരു കളറായി, നല്ലൊരു വൈറ്റ് കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് അരച്ചെടുത്ത തക്കാളിയാണിത്. ഈ തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് ഓപ്ഷണലാണ്, ഇതില്ലാതെയും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ഒരു 2 വെളുത്തുള്ളി ചതച്ചിട്ടാൽ മതി കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് അറബിക് സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 1 ടീസ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം, പിന്നെ 1 ടീസ്പൂൺ നമുക്ക് ചിക്കൻ മറിച്ചിട്ടിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് ക്യുമിൻ പൗഡറാണ്, നല്ല ജീരകം പൊടിച്ചത്, ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബുഖാരി മസാല റെഡിയായി. ഇങ്ങനെ സെപ്പറേറ്റ് മസാലകളല്ലാതെ ബുഖാരി മസാല എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാക്കിൽ വാങ്ങിക്കാനും കിട്ടും, അതും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ഉണക്ക നാരങ്ങ ചേർക്കുന്നുണ്ട്, ഡ്രൈ ലെമൺ. നമ്മൾ മക്ലൂബ ഉണ്ടാക്കിയ സമയത്ത് ഡ്രൈ ലെമൺ എവിടെയാണ് കിട്ടുക എന്നൊക്കെ എല്ലാവരും ചോദിച്ചിരുന്നു. നാട്ടിലെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഡ്രൈ ലെമൺ അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കൂടി അറബിക് മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച വെള്ളക്കടലയാണ് ചേർക്കുന്നത്. ഇത് 1 കപ്പോളം ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങും കൂടെ വേവിച്ചിട്ട് ചേർക്കാം. ഇപ്പം ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 6 കപ്പ് റൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 6 കപ്പ് റൈസിന് 12 കപ്പ് വെള്ളം, 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം, അതാണ് കണക്ക്.
ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ചിക്കൻ വേവുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ഈ പാത്രത്തിൽ നിന്നെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഫ്രൈ പാനിൽ വെച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്ക് ചിക്കൻ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ വെള്ളത്തിൽ വെച്ചിട്ടാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ റൈസ് ഇടുന്നതിന് മുമ്പ് ഉപ്പ് ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പം ഞാൻ വീണ്ടും റൈസ് കുക്ക് ചെയ്യാനുള്ള അത്രയും ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 30 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ച സെല്ല റൈസാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. 6 കപ്പ് റൈസ് ഉണ്ട് കേട്ടോ ഇത്. ഇനി ഇതൊരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. ഒരു 8 മിനിറ്റ് ആവുമ്പോൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യണം. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിലും 1 ടീസ്പൂൺ അറബിക് സ്പൈസസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒരു മസാല റെഡിയാക്കിയെടുക്കാം. എന്നിട്ട് ഇത് നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ചിട്ട് ഒരു 7 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ചിക്കൻ്റെ കളറും ഒക്കെ മാറി വരുന്നത് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഫ്രൈ പാനിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. നമുക്ക് റൈസിലേക്കുള്ള സൈഡ് ഡിഷ് റെഡിയാക്കാം. സലാട്ട ഹറ എന്നാണ് ഇതിൻ്റെ പേര്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയില, ഇത്രയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീരാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അടിച്ചെടുക്കാൻ. ഇപ്പം നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു വലിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ ക്യാരറ്റും ഉണക്കമുന്തിരിയും ഒക്കെ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. എനിക്ക് വീഡിയോ ഇത്രേ എടുക്കാൻ പറ്റുള്ളൂ, അപ്പോഴത്തേക്കും നമ്മുടെ ഗസ്റ്റ് എത്തി. അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. അത് കാരണം ഞാൻ മുന്നേ ഉണ്ടാക്കിയ ബുഹാരി റൈസിൻ്റെ 2 ബുഹാരി റൈസിൻ്റെ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ടാന് പറഞ്ഞ ബുഖാരി റൈസ് കഴിക്കാന്നാ പറഞ്ഞ കേട്ടോ. അപ്പൊ നമുക്ക് ബുഖാരി റൈസ് ഇത് ഞാൻ ചെറിയ പ്ലേറ്റിലാണ് കഴിക്കുന്നത്. ഞാൻ പിന്നെ വലിയ പ്ലേറ്റിൽ കഴിക്കുന്നതുകൊണ്ട് പലരും എന്നോട് പറഞ്ഞു എന്ത് കുറച്ച് കഴിച്ചാൽ മതി എന്നുള്ളത് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിക്കുന്നുള്ളൂ. ഓക്കെ, കഴിച്ചു നോക്കട്ടാണ്. ഓക്കെ, ഇല്ലല്ല ചൂട് കുറവാണ്. നല്ലതാണ്, സൂപ്പറായിട്ട് നല്ല അടിപൊളിയാണ്. നമ്മളുടെ ട്രൈ ചെയ്യാം. ഓക്കെ, ബാബ കഴിച്ചോട്ടെ. ബാബ കഴിച്ചോട്ടെ. ഞാൻ ചിക്കൻ കഴിച്ചിട്ടില്ല. ഞാൻ ചിക്കൻ കഴിച്ചാ സംഭവം രക്ഷയില്ല. പറഞ്ഞ മാതിരി തകർത്ത് തിമിർത്ത് സംഭവം അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.
ടാനു കഴിക്കണുണ്ടല്ലേ? ഓക്കെ. പകുതിയും തിരിച്ചു തരാണല്ലോ. സൂപ്പറായി. സൂപ്പറായോ? അടിപൊളിയാ? ചിക്കൻ കൊടുത്തേക്കാം. ചിക്കൻ ടാനു കഴിക്കുന്ന സംഭവം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ സംഭവം ഉഷാറായിട്ടുണ്ട്, അടിപൊളിയാ. ബൈ. എന്നുണ്ടല്ലോ ലാസ്റ്റ്. പീസ് ബാബ ബാബു തരാം. ബാബു ഉരുട്ടി കൊടുത്തു. അതെ.